Hey, it's me, Devika with you. Welcome to a new show, Unedited Talks. Today we have a special guest. She's an actress and a social media influencer. Let's welcome Miss Sandra to our show. Hi, Sandra. ഹായ് നമസ്കാരം. എന്താണ് വിശേഷം? സുഖം, നല്ല വിശേഷം. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ്. ഇപ്പൊ പുതിയ ഷോർട്ട് ഫിലിം ഇറങ്ങാൻ പോയാണ്, എന്താണ് പറയാനുള്ളത്? പറയാനായിട്ട് നമ്മുടെ ഷോർട്ട് ഫിലിം ദൂര ഓൾവേസ് ടുഗദർ ഒരു ഗായത്രി ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ആദിത്യനാണ്. presented by the Luna Films. Is releasing on 5th May 2024 on ABC Talkies. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കണ്ട് അഭിപ്രായങ്ങൾ പറയണം. ഒരു നല്ലൊരു ഷോർട്ട് ഫിലിമാണ്, നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ്. What are you doing right now? പഠിക്കണോ? ഞാൻ 12th പഠിക്കുവാണ്, ആഡിസൽ വദ്ബയില്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം നല്ല പേടിയാണ്, ഷൂട്ടിങ്, ക്യാമറ, വലിയ വലിയ ക്യാമറാമാന് ഒരു ഉള്ളിലൊരു പേടി, ക്യാമറ ഷൈ ആണ്, അങ്ങനത്തെ ഒരു പേടി. ഓഡിഷനിലൊക്കെ പോകണമെന്നൊരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗായത്രി എൻ്റെ പണ്ടത്തെ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഡാൻസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ അവരാ പറഞ്ഞാൽ നമുക്കറിയാനുള്ള ആൾക്കാരേ ഉള്ളൂ, പേടിക്കാനായിട്ടൊന്നുമില്ല, എല്ലാവരും കാം കളക്റ്റഡ് പീപ്പിളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞൊരു സമയത്താണ് ഓഡിഷനും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ 11 തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഷൂട്ടിങ്ങിൽ കയറി. എല്ലാവരും ഒരു നല്ല ശാന്തമായിട്ടുള്ള ആൾക്കാർ, ആരും വഴക്ക് പറയുന്നൊരു ബാഡ് മൂഡ് ഉള്ളൊരു എൻവയോൺമെന്റ് ആയിരുന്നു. എല്ലാവരും കാമായിരുന്നു, ഒരു ഹാപ്പി ഷൂട്ടിംഗ് ടൈം ആയിരുന്നു നമുക്കെല്ലാവരും. എന്തുകൊണ്ടാണ് ദൂര റിലീസ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തത്? പ്രാവശ്യം റിലീസ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തത് കുറേ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഫുൾ ടൈം കോളേജിലെ ആളാണ് പ്രൊഡ്യൂസർ. അവര് പഠിത്തം കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ ആൾക്കാരെ പുറകെ നടന്ന് ഓരോ ദുബായിൽ പോയി സൗണ്ടിന് ഇത് ചെയ്തു. പിന്നെ എന്തോ ഒരു സൗണ്ടിന് ഈ വലിയ വലിയ പ്ലാറ്റ്ഫോമിൽ ഇറക്കണതിൽ കുറേ എന്താ പറയുക, ആവശ്യങ്ങളുണ്ടായിരുന്നു. ഡോൾഫി സൗണ്ട് സിസ്റ്റം, ക്യാമറയിൽ ഓരോ റെഡ് മാർക്ക് വരാൻ പാടില്ല, ഇത് വലിയ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ക്ലിയർ ആക്കിയിട്ടേ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇറക്കാൻ പറ്റും. സോ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, പ്രതീക്ഷനെക്കാട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ഇറക്കിയെങ്കിലും സക്സസ്ഫുൾ ആയിരുന്നു. എന്താണ് നമ്മുടെ ടീമിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ടീമിനെ കുറിച്ച് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു സപ്പോർട്ടീവ് ആണ്, എല്ലാവരും വെരി പേഷ്യന്റ്. ക്യാമറാമാൻ വരെ എത്ര റീഷൂട്ട് ചെയ്താലും 20 ടേക്ക് പോയാൽ തന്നെ നല്ല കമോൺ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഡയറക്ടർ, പ്രൊഡ്യൂസറാണ് ഫുൾ നടന്നത്. ഡയറക്ടർ ഗായത്രി നമ്മളോട് ആക്ടിങ്ങിനുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു, സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആയിരുന്നു ഷൂട്ടിങ്ങിന്റെ സമയത്ത്. എന്തായിരുന്നു ആ ഒരു ഫീൽ അബുദാബിയിൽ ട്രെയിലർ ലോഞ്ച് ചെയ്തപ്പോ? അബുദാബിയിൽ ട്രെയിലർ ലോഞ്ച് ഞാൻ നെർവസ് ആയിരുന്നു. ട്രെയിലർ ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, കമന്റ്സ് എന്തൊക്കെയായിരിക്കും, കാരണം സ്റ്റോറി ഫുള്ളായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്നെ ഒരു മായമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെന്തൊക്കെ പറയും, അവരെ മനസ്സിലുള്ള സ്റ്റോറീസ് എന്തായിരിക്കും. എൻ്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയോണ്ട് എനിക്കൊരു നെർവസ് ഉണ്ടായിരുന്നു ട്രെയിലർ ഇറങ്ങിയപ്പോൾ. പിന്നെ മൂവി ഇറങ്ങിയപ്പോൾ ഒരു നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. വീട്ടുകാരൊക്കെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നോ? ഇങ്ങനെ എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ? ഓഫ്കോഴ്സ് വീട്ടുകാര്, എൻ്റെ അച്ഛൻ കുറെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്ന ഒരു പുള്ളിയാണ്. അച്ഛൻ ആക്ടിങ് ഇഷ്ടമാണ്. എൻ്റെ അനിയന് ഡാൻസിങ്ങും, നമ്മൾ രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഗായത്രിനെയൊക്കെ മീറ്റ് ചെയ്തത്. അപ്പോൾ ഫാമിലി ഓഫ് കോഴ്സ് സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഫാമിലി, ഗായത്രി ഫാമിലി, നമ്മുടെ ഫാമിലി എല്ലാവരും പണ്ടേ അറിയുന്നുള്ള ആൾക്കാരാണ്.
അപ്പോൾ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് വെരി ഗുഡ് സപ്പോർട്ടായിരുന്നു. എന്തായിരുന്നു ഒരു ആക്ട്രസ് ആവാനൊക്കെ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ? ആക്ട്രസ് ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ, ആക്ട്രസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു റോളായിരുന്നു. ഗായത്രി ആണ് ഇൻസ്പിറേഷൻ. എനിക്ക് ഞാനൊരു പെർഫോമറാണ്. എനിക്ക് ഡാൻസിങ്ങും ഈ പറയുന്ന ഡാൻസിങ് ടൈപ്പ് ചെയ്യാനും ഇത്രയൊക്കെ അറിയാവൂ, അല്ലാതെ ആക്ടിങ് എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഗായത്രി ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഞാൻ ഈ കുഞ്ഞിന് ആൽബത്തിലൊക്കെ അഭിനയിച്ച പരിചയമുള്ളൂ. എനിക്ക് ഈ മൂവി ഒന്നും, ഷോർട്ട് ഫിലിം ഒന്നും അഭിനയിക്കാൻ അത്ര ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ല, ക്യാമറ ഷൈ ആണ്. ഇതൊക്കെ കുറെ പറഞ്ഞു, പക്ഷെ ഗായത്രി വിട്ടില്ല, അങ്ങനെ എന്നെ പിടിച്ചു നിന്നു. അവൾ എന്നെ സപ്പോർട്ട് ചെയ്തു, കുറെ സപ്പോർട്ട് ചെയ്തു. ഓരോ സീനിലും എനിക്ക് എന്ത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു തന്നു. എല്ലാം ഒരു ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ഫോമിൽ കൂടെ പോയോണ്ട് എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. ആക്ട്രസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു. ആരെയും ടീമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തും ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നിരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗായത്രി, നമ്മുടെ ഡയറക്ടർ, എൻ്റെ കൂടെ തന്നെ ഇന്ററാക്ട് ചെയ്യുന്ന മൂവിയിൽ. അപ്പോൾ എന്ത് ചെറിയ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പോലെ തന്നെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ആദിത്യൻ. അപ്പോൾ അവരും എന്തെങ്കിലും സീനും പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാത്തിലും ഒരു സപ്പോർട്ടീവ് ടീമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു കോപ്പറേഷനും ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു. Any bad experience when you approached for any chance in movies or any programs? ഇതുവരെ ഇല്ല. ഇറ്റ്സ് ഓൾ താങ്ക്ഫുള്ളി ഗുഡ് ബൈ നൗ. ദൂരയുടെ കാര്യം വെച്ചാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെയും കുറച്ച് ഇതിൻ്റെ ലേറ്റ്, അത് ആക്ടേഴ്സിനെയും ക്രൂവിനെ ആരെയും ബാധിച്ചിട്ടില്ല. ആദ്യത്തിനാണ് എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്തത്. അതുകൊണ്ട് എൻ്റെ ഒരു ആക്ടറിൻ്റെ നിലയിൽ നമുക്ക് ഒരു ക്രൂവിനും വേറൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. What did you feel when Doora released in theaters? Doora released in theaters. ആദ്യത്തിനാണ് വിളിച്ചാണ് പറഞ്ഞത്. ഒരു ന്യൂസ് ഉണ്ട്, ഇത് തിയേറ്ററിൽ ഇറക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കള്ളം പറയായിരിക്കും, ഇവൻ വെറുതെ എൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്ന്. ആദ്യത്തിന് എൻ്റെ ഒരു 3-4-5 വയസ്സ് മൂത്തതാണ്. അപ്പോൾ വെറുതെ ചേട്ടൻ്റെ കൂടെ കളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പോസ്റ്ററും ഗ്രൂപ്പിൽ ആ ഡിസ്കഷനൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു ഇതെല്ലാവരും കാണാൻ പോകുന്നു, ഇത് തിയേറ്ററിൽ ഒഫീഷ്യലായിട്ട് ഇറങ്ങുവാണ്. അതും ഇറങ്ങിയപ്പോൾ സിനി റോയൽ അബുദാബിയിൽ ഈ സിനിമയൊക്കെ എല്ലാവരും കാണുന്ന ഒരു വലിയ തിയേറ്ററാണ് സിനി റോയൽ. ദൽമ മോളിലാണ് വെച്ച് ഇറക്കിയത്. ഒരു എൻ്റെ ഒരു നല്ലൊരു ഡ്രീം കം ട്രൂ പോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ ദൂരെ വരുന്നതിന് മുമ്പേ, ദൂരയിൽ ചേരുന്ന മുമ്പേ ഈ ഒരു തിയേറ്ററിൽ ഇറങ്ങും, ഞാൻ ഒരു വലിയ ബിഗ് സ്ക്രീനിൽ ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു ഒരു തോട്ടൊന്നും എൻ്റെ മൈൻഡിൽ കൂടെ പോയിട്ടില്ല. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സിനി റോയിൽ ഇരുന്ന് കാണുക, ഒരു വലിയ ബിഗ് സ്ക്രീനിൽ വിത്ത് വെരി ഗുഡ് സൗണ്ട് കാണുമ്പോൾ ഒരു ഹാപ്പി മൂമെന്റ്, അത് വളരെ ഒരു നല്ലൊരു കാര്യമായിരുന്നു. താങ്ക്സ് ടു ആദിത്യ. What do you have to say to viewers before you leave? വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. Doora Always Together, our short film presented by the Luna Films, is releasing worldwide on 5th May 2023 on ABC Talkies. OTT in many languages, English, Malayalam and Hindi. So please do support us, watch and comment on our short film. YouTubeലും ഇറങ്ങുന്നുണ്ടായിരിക്കും. So please do support. താങ്ക് യു ഡാ, നിന്റെ ഒരു സമയം ഞങ്ങളുടെ ഇന്റർവ്യൂവിനായിട്ട് മാറ്റി വെച്ചതിനും താങ്ക് യു.